കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരൻ അറസ്റ്റിലായി. DHQ മെസ്സിലെ ഡ്രൈവർ സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സന്തോഷിനെ സർവീസിൽ നിന്നും ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ച ജീവനക്കാരനെയാണ് ഇയാൾ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി ഓടിച്ചത്. അധികാരമുണ്ടെങ്കിൽ എന്ത് ക്രൂരതയും കാണിക്കാൻ കഴിയുമോ? പലയിടത്തും നമ്മൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമാനമായി സേനാ വിഭാഗത്തിലുള്ള ആളുകളുടെയും ഭാഗത്ത് നിന്ന് ഒറ്റപ്പെട്ട തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂരിൽ സംഭവിച്ചത് എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ശ്രീ ജോർജ് ജോസഫ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം അനിൽ, പമ്പ് ജീവനക്കാരൻ. നോക്കും ആദ്യം അനിലേക്ക്. അനിൽ, താങ്കളാണോ ഇയാളുടെ ആക്രമണത്തിന് ഇരയായത്? അതെ, ഞാനായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പറയാമോ? ഈ വാർത്ത കണ്ട ആളുകൾക്ക് അറിയാം അതിന്റെ കുറെ വിശദാംശങ്ങൾ. ഇപ്പോൾ കാണുന്ന ആളുകൾക്ക് വേണ്ടി എന്താണ് അവിടെ ഉണ്ടായത് എന്നൊന്ന് വിശദമായി പറയാമോ? അവർ ഡീസൽ അടിച്ചു, പെട്രോൾ അടിച്ചു. അതിൻ്റെ കുറച്ച് പൈസ കൊടുത്തു. ബാക്കി പൈസ കൊടുക്കാണ്ട് പോകാൻ പോയപ്പോൾ തടഞ്ഞു. അവിടെ പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്പുറത്തെ ATM പോയിട്ട് പൈസ എടുത്തിട്ട് പൈസ തരുമോ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ വെച്ചിട്ട് പൈസ എവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് തരുമോ, തന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോടുമെന്ന് പറഞ്ഞു. പമ്പിന് തൊട്ടപ്പുറം തന്നെ ഒരു ATM ഉണ്ട്, ബാങ്കുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ഇയാൾ പിന്നെയും വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ ഞാൻ മുമ്പോട്ട് നിന്നു, തടഞ്ഞു നിർത്തി. അപ്പോൾ അതിനെയും കൊണ്ട് ഒരു ഇടിയിടിച്ച് ഞാൻ ബോണറ്റിൻ്റെ മുകളിലേക്ക് വീണു. അതും കൊണ്ട് അരയെ പോക്ക് പോയി. ആ പോകുന്ന പോക്ക് തന്നെ നല്ല സ്പീഡിലായിരുന്നു പോയത്. ഒന്ന് ബ്രേക്ക് വെട്ടുക, പിന്നെ ഒന്ന് വെട്ടിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു പോയത്. അത് ജീവൻ തിരിച്ചു കിട്ടിയതേ മഹാഭാഗ്യം എന്ന് കരുതേണ്ടി വരും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിച്ചത്. ഇതെന്താണ് ഈ പമ്പിൽ സംഭവിച്ചത്? ഇയാൾ പെട്രോൾ ഡീസൽ അടിച്ചതിന്റെ മുഴുവൻ പണവും തന്നില്ലേ? എന്തുകൊണ്ട് പണം തരുന്നില്ല? കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഈ പെട്രോൾ അടിക്കുമ്പോൾ, ഡീസൽ അടിക്കുമ്പോൾ അവിടെയുള്ള ആളിനോട് എന്താണ് പറഞ്ഞത്? ആദ്യം 500 രൂപക്ക് മാത്രമാണ് അടിച്ചത് പെട്രോൾ. പിന്നെ പറഞ്ഞ് ഫുൾ ടാങ്ക് അടിക്കുമെന്ന് പറഞ്ഞു. ഫുൾ ടാങ്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ 1600 രൂപയായി. അങ്ങനെ ടോട്ടൽ 2100 രൂപയായി. 1900 രൂപ കൊടുത്തു. 200 രൂപ ഇല്ല, എൻ്റെ അടുത്തിന് പൈസ ഇല്ല, വേണ്ടിക്കൽ പെട്രോൾ തിരിച്ചെടുത്തു, വണ്ടിയിൽ നിന്ന് തിരിച്ചെടുത്തു. അത് തിരിച്ചെടുക്കാൻ കഴിയില്ല, കാറിൽ നിന്ന് ഒരിക്കലും പെട്രോൾ തിരിച്ച് എടുക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു നിങ്ങളപ്പുറം ATM ഒന്ന് പോയിട്ട് പൈസ എടുക്ക്, അവിടെ ATM ഉണ്ട്, അവിടെ പൈസ എടുക്ക്, വണ്ടി ഇങ്ങോട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ എനിക്ക് പൈസ തരാം, ഞാൻ ATM എടുത്തിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞത് ATM എടുത്തന്നെയുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പൈസ എടുത്തോന്നോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ മുമ്പോട്ടേക്ക് ഒറ്റ പോകും. മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു ഒമിനി വാൻ വന്നത് ഹൈവേയിൽ കൂടി. ആ വാന് വന്നപ്പം ഇയാൾ ബ്ലോക്കായപ്പോൾ ഞാൻ നേരെ മുമ്പ് പോയി നിന്നു, പൈസ വേണം. വാന് പോയപാട് ഇയാൾ വണ്ടി പിന്നെയും മുന്നോട്ടെടുത്ത് തന്നെ ഇടിച്ച് ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ വീണു. എന്തോ ഭാഗ്യത്തിന് ആ ബോണറ്റിൻ്റെ ഇതിന് ചെറുങ്ങനെ പിടിക്കാൻ കിട്ടി, അതിൽ അങ്ങനെ പോയി. അതും കൊണ്ട് ഒരേ നല്ല സ്പീഡിലായിരുന്നു പോയത്. പോയി അവിടെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് വെട്ടുക, എന്നെ താഴെ എങ്ങനെയെങ്കിലും താഴെ ഇടാനായിരുന്നു ശ്രമം. താഴെ വീണ്ടുണ്ടെങ്കിൽ വേറെ വണ്ടി തന്നെ എൻ്റെ മേത്ത് കയറിയിട്ടേ പോകുള്ളൂ. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്തൊരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അബദ്ധത്തിൽ സംഭവിച്ചതൊന്നുമല്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വാഹനം പൈസ കൊടുക്കാതെ മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ ഒരു ഒമിനി വാൻ വരുന്നു, അപ്പോൾ നിൽക്കുന്നു, താങ്കൾ തടയുന്നു, താങ്കൾ ഇടിച്ചു കൊണ്ട് പോവുകയാണ്. ഈ വാഹനത്തിൽ നിന്ന് താങ്കളെ താഴെ ഇട്ടതിന് ശേഷം രക്ഷപ്പെട്ടു പോവുക എന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അങ്ങനെയാണോ തോന്നിയത്? എങ്ങനെയാണ് അതിൽ പിടിച്ചങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത്? ഇത് വീണാലെങ്ങനെയും മരിക്കും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എങ്ങനെയോ പിടിച്ചു തന്നു. ഇതും ഒരു കൈ സ്വാധീനം കുറവായിരുന്നു, ബലം കുറവുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ആനെ പിടിച്ച് മരണപ്പെടുത്തുമെന്ന് പറയുന്ന പോലെ ഒറ്റപ്പിടുത്തം പിടിച്ചു, അതിലങ്ങനെ പറ്റി.
ഇയാൾ നേരത്തെയും ഈ പമ്പിൽ വന്നിട്ടുള്ള ആളാണോ? അറിയുന്ന പോലീസുകാരനായിരുന്നു? ഇയാൾ എന്തെങ്കിലും അവിടെ വന്ന് ഈ പെട്രോൾ അടിക്കുന്നതുമായി പ്രശ്നം ഉണ്ടായോ? ഇല്ല, നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞാനൊരു കൊല്ലമായിട്ടുള്ളൂ പമ്പിൽ പണിയെടുക്കുന്നത്. ഇത് നമ്മളിതുവരെ കണ്ടിട്ടില്ല ഇയാൾ. താങ്കൾ അവിടെ ചെന്ന് എവിടെ വെച്ചാണ് താഴേക്ക് സുരക്ഷിതമായി ഇറങ്ങാൻ കഴിഞ്ഞത്? വണ്ടി നിർത്തുകയായിരുന്നോ അതോ ബ്ലോക്കിൽ പെട്ടപ്പോൾ രക്ഷപ്പെടുകയായിരുന്നോ? വണ്ടി നേരെ അവർ കൊണ്ടുപോയി വേറെ ഇവിടെ ഒരു കറുത്ത വണ്ടി കണ്ടോ? ഈ പമ്പിൻ്റെ ഇവിടെ തന്നെ ഒരു കറുത്ത വണ്ടിയില്ല, ഒരു ഇത് വരുന്നുണ്ട്, കറുത്ത വണ്ടി, കാറ് കണ്ടോ? കാണാം. ആ കാറ് ഈ കാറിനെ ഫോളോ ചെയ്തു വന്നു. ഇവർ കൊണ്ടുവന്ന കണ്ടിട്ട് അവർ ഓവർടേക്ക് ചെയ്യാനും ഇതെല്ലാം ശ്രമിച്ചപ്പോൾ ഇവർ നേരെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറ്റി. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് അവിടെയാണ് നിർത്തിയത്. അപ്പോൾ അവിടെ പോലീസുകാർ കണ്ടു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം? ബോണറ്റിൽ ഒരാളെയുമായി ഒരു കാർ ഇങ്ങനെ പാഞ്ഞു വരുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ തന്നെ പോലീസുകാർ ഓടി വന്ന് അവനോട് വഴക്ക് പറയും, അവൻ്റെ അടുത്ത് നിന്ന് ചാവി ഊരിയെടുക്കുകയും ചെയ്തു. വണ്ടീൻ്റെ ചാവി ഊരിയെടുത്ത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പോലീസുകാരനാണ്. നീ ഒരു പോലീസുകാരനായി ഇപ്പോൾ അല്ലെങ്കിൽ കാണിച്ചതാണ് പോലീസുകാരനായി പോയ നീ ഒരു പോലീസുകാരനായി പോയടാന്ന് പറഞ്ഞു. ഞാനപ്പോഴാണ് അറിയുന്നത് ഇയാൾ ഒരു പോലീസാണെന്ന്. ഈ ട്രാഫിക് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അറിയുന്ന പോലീസുകാരനായിരുന്നു ഇയാൾ, അങ്ങനെയാണോ മനസ്സിലായത്? അറിയുന്ന പോലീസുകാരൻ. പക്ഷെ അവരെന്നെയാണ് പറഞ്ഞു തന്നത് നിങ്ങൾ ടൗൺ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. ഈ ട്രാഫിക് സ്റ്റേഷൻ എത്തിയാലും മറ്റിടത്ത് പോയി പരാതി കൊടുക്കണം, എന്നാലേ നടപടി ഉണ്ടാകും അല്ലേ? അതില്ല, പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ പോയി പരാതി കൊടുത്തു. മറ്റേതെങ്കിലും തരത്തിൽ ദേഹോപദ്രവം ആരെങ്കിലും ഏൽപ്പിച്ചോ? ഈ പമ്പിൽ വന്നപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി പമ്പിൽ വന്നപ്പോൾ പണമില്ല എന്ന് പറഞ്ഞു, അതിനുശേഷം ആരെങ്കിലും ദേഹോപദ്രവം എത്തിയതിനു ശേഷം ഇയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? സ്റ്റേഷനിലെത്തിയതിന് ശേഷം അയാൾ കൂളായിരുന്നു. അയാൾ വേറെ സ്ഥലത്ത് കുറച്ച് ദൂരം മാറ്റിയിരുത്തുമായിരുന്നു. എന്നെ കുറേ ഇങ്ങോട്ട് മാറ്റിയിരുത്തുമായിരുന്നു. നമ്മൾ തമ്മിൽ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ശ്രീ ജോർജ് ജോസഫ്, സമാനമായ ചില സംഭവങ്ങൾ നമ്മൾ മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കാര്യമായി കണ്ടില്ല. പക്ഷേ ബസ്സിൽ കയറിയാൽ പണം കൊടുക്കാത്ത പോലീസുകാർ, ഏതെങ്കിലും സംവിധാനം, ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു 10 രൂപയുടെ വെള്ളം കുടിച്ചാൽ അതിന് പണം കൊടുക്കാത്ത പോലീസുകാർ, മറ്റെന്തെങ്കിലും സൗകര്യം ഉപയോഗിച്ചാൽ അതെല്ലാം ഓസാക്കുന്ന പോലീസുകാർ, ഇങ്ങനെ പലതും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്രയും ഉണ്ടോ എന്നറിയില്ല. ചില പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തിയാൽ അതിന് സമീപത്തെ ബാറിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ സ്ഥിരമായി അവിടെ എത്തുന്ന SI ആരാണോ അവർക്ക് സ്ഥിരമായി സൗജന്യ മുറി, ഇങ്ങനെ പല ആനുകൂല്യങ്ങളും പറ്റുന്ന പല ആളുകളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടും ചർച്ച ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ, ഈ ദൃശ്യം കാണുമ്പോൾ ഇത്രത്തോളം ഒരാളുടെ ജീവൻ പോലും അപഹരിക്കപ്പെടാമായിരുന്ന തരത്തിലൊരു പോലീസുകാരൻ പെരുമാറുന്നത് കാണുമ്പോൾ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഇതുപോലെ ഒരു സംഭവമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പോലീസുകാർ ഇതുപോലെ പെട്രോൾ അടിച്ച് പണം കൊടുക്കാതെ കാറുമായിട്ട് രക്ഷപ്പെടുന്നതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടുമില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ആ ചിന്താഗതിക്കുള്ള വ്യത്യാസമാണ്. ചില ആൾക്കാർ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കുന്നത് പോലീസിലുള്ളൂ. പക്ഷേ പോലീസിൻ്റെ ഉള്ള ഇമേജ് എല്ലാം അങ്ങ് പോകുകയാണ്. ഇവിടെ ശരിയാണ്, വളരെ കുറച്ച് പേരാണ്. ഒരു സാമാന്യവൽക്കരിച്ച് പറയുകയാണ് എന്ന് ഈ ചർച്ച കാണുന്ന ആളുകളും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരും ധരിക്കേണ്ടതില്ല. വളരെ ഒരു ന്യൂനപക്ഷമാണ്. പോലീസിൽ അവർ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പലപ്പോഴും വാർത്ത ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ നിരക്ക് ഉയരുന്നതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ടുകേൾവിയില്ലാത്ത മറ്റ് ചില സേനകളിൽ ചിലയിടങ്ങളിൽ കണ്ട ദൃശ്യങ്ങൾ, അതിവിടെ പരാമർശിക്കാൻ കഴിയാത്തത് കൊണ്ട് പരാമർശിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത്തരം ചില സംഭവങ്ങൾ മറ്റ് ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ അത്യന്തം ക്രൂരമായ ഒന്ന്. ഈ മാനസിക നിലയിലുള്ള മാറ്റം അത് എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇയാൾ ഒരു അബ്നോർമൽ ആണോ എന്നൊരു സംശയം തന്നെയുണ്ട്. കാരണം ഇപ്പം വേറെ വല്ലവരുടെ ആണെങ്കിൽ ഇതിനു മുമ്പ് അയാളുടെ ആ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുമല്ലോ. പോലീസുകാരനാണ് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം അറ്റംപ്റ്റ് ടു മർഡറാണ്.
അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെയൊക്കെ ബോണറ്റിരിക്കുന്നവരെയല്ലേ കാറിൻ്റെ വെളിയിലോട്ട് ശരീരം ഇട്ട് പോകുന്ന പിള്ളേരെയൊക്കെ പോലീസ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു പോലീസുകാരൻ തന്നെ അയാൾ ആ ആള് ബാക്കി പണം കൊടുക്കാത്തതുകൊണ്ട് കാറിൻ്റെ മുന്നിൽ കയറി നിന്നപ്പം ഇയാൾ വാഹനം എടുത്തു എന്നുള്ളതാണ്. അയാൾ അവിടെ അടി വീണ് മരിച്ചു പോയല്ലേ. വാഹനം പെട്ടെന്ന് എടുത്തപ്പം ആ ഫോഴ്സ് കൊണ്ട് ഇയാൾ വാഹനത്തിൻ്റെ ബോണറ്റിലോട്ടായി. അനിൽ അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് വണ്ടി നിർത്താതെ പോകുന്ന വഴിക്ക് ഇയാൾ മനഃപൂർവ്വം ബ്രേക്ക് ചവിട്ടി. ഇയാൾ തെറിച്ച് താഴെ വീഴുമ്പോൾ തന്നെ കാറിൻ്റെ ടയറിനടിയിൽ വീണുകൂടെ. അതിനുശേഷം ഇയാൾ ബ്രേക്ക് ചവിട്ടി മാത്രമല്ല വണ്ടി വെട്ടിച്ചെന്ന് പറയുന്നുണ്ട് അനിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു. ഇത് കണ്ടിട്ട് ഒരു കറുത്ത കാറിലെ ആൾക്കാർ ഇയാളെ രക്ഷപ്പെടുത്താനായിട്ട് അവർ ചേസ് ചെയ്തു. അന്നേരമാണ് ഇയാൾ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വണ്ടി കയറ്റിയത്. എന്ത് പ്രശ്നമായാലും ശരി പോലീസ് പലരും ഇങ്ങനെ പെട്രോൾ അടിച്ചിട്ട് പണം കൊടുക്കാതെ പയ്യന്മാരൊക്കെ ടൂ വീലറിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പോലീസുകാരന് ഇയാൾക്ക് 40-45 വയസ്സുണ്ട്. ഇയാൾ കുറേ വർഷങ്ങളായിട്ട് പോലീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരിക്കലും ഒരു പോലീസുകാരനെ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് ഇയാളിപ്പം കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സസ്പെൻഡ് ചെയ്തു. അറ്റംപ്റ്റ് 307 IPC പ്രകാരം അറ്റംപ്റ്റ് മർഡറാണ് ഇത്. അതിന് യാതൊരു സംശയമില്ല. കാരണം ഈ ദൃശ്യം മതി അയാളെ ശിക്ഷിക്കാനായിട്ട്. അയാളെ പിടിച്ചുവിടേണ്ടി വരും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം ഇതിന് മുമ്പ് അയാൾ ഒരു വാഹനം ഓടിച്ച് നേരെ അവിടെ പോലീസിൻ്റെ അവിടെ എവിടെയോ ഇയാൾ ഈ വാഹനം ഇടിച്ചുകൊണ്ട് കയറ്റിയെന്നാണ് പറയുന്നത്. അന്നേരം ഇയാൾ ബ്രേക്ക് പോയതാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് ചെയ്തു. അപ്പോൾ ഇയാളുടെ പെരുമാറ്റം പൊതുവേ ഒരു അബ്നോർമാലിറ്റി ഇയാൾക്ക് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ഒരു കാര്യമില്ല, അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പൈസ ഇല്ലെങ്കിൽ അനിൽ പറഞ്ഞ് വണ്ടി അവിടെ ഇട്, അടുത്ത ATM ഉണ്ട്. ഇല്ല വാഹനം ഇട്ടിട്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ATM എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ട് വന്ന് എടുത്താൽ മതിയല്ലോ. അതിനുള്ള സൗകര്യം അനിൽ ചെയ്തു കൊടുക്കുകയല്ലേ. അയാൾ പറഞ്ഞ് അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് സാറ് പോയിട്ട് പൈസ എടുത്തുകൊണ്ട് വാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആദ്യം 500 രൂപയ്ക്ക് അടിച്ചത്. അപ്പോൾ അയാൾക്ക് ആ പൈസ കൊടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? പിന്നെ ഇയാൾ രണ്ടാമത് ആലോചിച്ചിട്ട് ഫുൾ ടൈം കടിക്കാൻ. അങ്ങനെയാണ് 2100 രൂപ കൊടുക്കേണ്ടി വരും. അത് ഇയാളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1900 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. 200 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചത്. അയാൾ സ്വയം കുഴി വീണത് മാത്രമല്ല ഒരു അറ്റംപ്റ്റ് മർഡറിലെ കേസിലെ പ്രതിയായി. ഇനി ഈ സർവീസിൽ കാണുമില്ലെന്ന് സംശയമായി. അപ്പോൾ ഇയാൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ഇങ്ങനെ ആരെങ്കിലും വട്ടുതരം കാണിക്കുമോ? ഒരു മനുഷ്യനും വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടാകും. കഞ്ചാവ് അടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അബ്നോർമാലിറ്റി ഇവിടെ ഉണ്ട് ഈ പ്രവൃത്തിയിൽ. ഇത് മുമ്പും ഇതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുമുണ്ട്. അതുകൊണ്ട് പോലീസ് മേലുദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇയാളെ സസ്പെൻഷൻ തന്നെ നിർത്തണം. ഇയാളെ കഴിവുണ്ടെങ്കിൽ ഇയാളെ പിരിച്ചുവിടണം. കാരണം ഇതുവരെയുള്ളവർ അപകടം ഉണ്ടാക്കി, ഇനിയും അപകടം ഉണ്ടാക്കും. ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടും. അത് തന്നെയല്ല പോലീസിന് വലിയ ഇമേജ് വളരെയധികം മോശമായ ഒരു സംഭവമാണ്. പോലീസുകാരനാണെന്ന് അറിയുന്നില്ല. ആ പെട്രോൾ പമ്പിലെ അനിൽ തന്നെ അവിടുത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട കയറ്റിയപ്പം ഒരു പോലീസുകാരൻ ഇത് കാണിച്ച് വേറെ വല്ലവനായിട്ട് അന്നേരം അവർ അടിയും കൊടുത്തേനെ. നീ ഒരു പോലീസുകാരനായി പോയി എന്ന് സഹപ്രവർത്തകരായ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കിൽ നിന്ന് ആ പോലീസുകാർക്ക് എന്തുമാത്രം വേദനയുണ്ടായി എന്ന് മനസ്സിലായിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, ഇതുപോലുള്ള വട്ടന്മാർ ഒരു 1%, 0.5% പോലീസിലുണ്ട്. പോലീസിൻ്റെ ഇമേജ് കളയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. നേരത്തെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടല്ലോ. 2-3 DYSPമാരെയും കുറേ 58 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനകത്ത് 22 പേര് DYSPമാരും CIമാരും SIമാരുമാണ്. അപ്പോൾ അത് നല്ല കാര്യം തന്നെ, പിരിച്ചു വിട്ടേ വെക്കുള്ളൂ. ഇവിടുത്തെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ചാനലുകാർക്കും എല്ലാം അറിയപ്പെടുന്ന നൊട്ടോറിയസ് ആയ ക്രിമിനൽസിൻ്റെ വീട്ടിൽ പോയിരുന്ന് അവൻ്റെ പ്രശ്നങ്ങൾ തീർക്കുകയാണ്. നാട്ടുകാരുടെ പ്രശ്നത്തിനാണ് ഇവനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ഇവിടെ ഇട്ടിരിക്കണേ. അവിടെ പോയി അവൻ്റെ വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ച് അവൻ്റെ നിന്ന് പണവും വാങ്ങിച്ച് അവൻ്റെ പ്രശ്നം, ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നമാണ് തീർക്കുന്നത്. അല്ല ഒരു ഗുണ്ടയും നാട്ടുകാരനുള്ള പ്രശ്നമല്ല, ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ബാധ്യത, അത്ര ഇവരോട് കടപ്പാടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇയാളെ ഇനി പോലീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. കാരണം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്, വണ്ടി എടുത്ത്. അങ്ങനെ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ മറ്റൊരു കാണിച്ചാൽ ഇയാളൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷിച്ച് വേണം ഇയാൾ വാഹനം ഓടിക്കാൻ തന്നെ. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ പുറത്തിരിക്കുന്ന ആളെ വണ്ടി അവിടെ നിർത്തിയിട്ട് അയാളെ ഇറങ്ങാനല്ലേ അയാളെ ഇറക്കുകയല്ലേ ശ്രമിക്കേണ്ടത്. അല്ലാതെ അത്രയും ദൂരം 500 മീറ്ററോളം വണ്ടി ഓടിച്ചിരിക്കുന്നു. അതൊന്നും നമുക്ക്
അതൊന്നും ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് ആയിട്ടോ ഒരു ചെറു പറ്റിപ്പോയി എന്നുള്ള വാക്കിനകത്ത് ഒതുങ്ങുന്ന കാര്യമല്ല. നമുക്ക് ഇയാളെ പിടിച്ചു വിട്ടേ പറ്റുള്ളൂ. ഗവൺമെൻറ് അത് ചെയ്യും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് ആവശ്യം. ഒരാളുടെ ജീവൻ വെച്ച് പന്താടുകയായിരുന്നു അയാൾ ചെയ്തത്. 200 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പന്താടലുണ്ടായത്. അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അയാൾ അബ്നോർമലോ അല്ലെന്നെങ്കിൽ ഡ്രഗ്സ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ മദ്യപിച്ചിരുന്ന ആളോ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ അനിൽ, ഇയാളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഒരാളെ കൊന്നു കളഞ്ഞേക്കാം എന്നൊരു മാനസികാവസ്ഥയിൽ വാഹനം മുന്നോട്ട് ഓടിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഒന്നും ചെയ്ത ഒരു ചെറിയ പ്രവൃത്തിയല്ലല്ലോ. താങ്കൾ തടയുന്നു, അതിനുശേഷം താങ്കൾ ഇടിച്ച് ബോണറ്റിൽ കയറ്റുന്നു, അതിനുശേഷം ദീർഘദൂരം ആ CCTV ദൃശ്യം അത് അവസാനിക്കുന്ന ആ റോഡിൻ്റെ അവസാനം വരെയും അവിടെയും നിർത്തുന്നില്ല. പിന്നീട് ട്രാഫിക് സ്റ്റേഷനിൽ എത്തിയാണ് നിർത്തുന്നത്. അതിനിടയിൽ താങ്കളെ തള്ളി താഴെയിടാൻ വേണ്ടി ബ്രേക്ക് ഔട്ടുന്നുണ്ട്, വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, താങ്കൾ താഴെ വീഴാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ താങ്കളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്നൊരു സ്ഥിതിയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോ ഇയാളെക്കുറിച്ച്, ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച്? ഇയാൾ അപ്പോൾ നോർമൽ അല്ലായിരുന്നു? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ താങ്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒരു വിവരം നടത്തിയിട്ടില്ല. ഇയാളെക്കുറിച്ച് മറ്റെന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്? സ്വാഭാവികമായും ഇങ്ങനെ ഒരു അക്രമി, ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ തിരക്കുമല്ലോ. പമ്പിലെ ജീവനക്കാരും അതിൻ്റെ ഉടമയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഈ വാഹനത്തിൽ ചേസ് ചെയ്ത ആളുകളും ഒക്കെ തിരക്കുമല്ലോ സ്വാഭാവികമായി. ഇയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അയാൾ വേറൊരു പമ്പ് ഇങ്ങനെ ഇടിച്ച് വണ്ടി കയറ്റിയിരുന്ന ഒരു പറഞ്ഞ അയാളത്ര കുറച്ച് മോശപ്പെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞു. ശരി, ക്രൂരത കാണിക്കുന്ന ആളാണോ? അന്നത്തെ സംഭവത്തിൽ എന്തെങ്കിലും കേസുള്ളതായി അറിയുമോ? അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതെല്ലാം ഒതുക്കി തീർത്തിരുന്നു. അതും ഈ കണ്ണൂരിൽ തന്നെയാണോ? അതൊക്കെ ഒതുക്കി തീർന്നു. അതെ, കണ്ണൂരിൽ തന്നെയായിരുന്നു. കണ്ണൂരിലൊരു പമ്പിൽ ഇടിച്ചു തകർത്തെന്ന് പറഞ്ഞു, വണ്ടി കയറ്റി. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം, അയാളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ അന്ന് ഒരു പമ്പ് ജീവനക്കാരൻ മരണപ്പെട്ടു പോയാണ്. ആ കേസ് ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, ഒതുക്കി തീർത്തു. അത് ഒരു പോലീസുകാരൻ പെട്ട കേസാകുമ്പോൾ സ്വാഭാവികമായും ഒതുക്കി തീർത്താൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ. ശ്രീ ജോർജ് ജോസഫ്, ഈ പോലീസിലെ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട് താങ്കൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ്. കർശനമായ നടപടി, സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പോയിട്ടുണ്ട്. അത് വളരെ മാതൃകാപരമാണ് എന്നതും. ഈ പോലീസിലെ ഗുണ്ടകളുടെ പട്ടികയൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പോലീസിലെ ജോലിഭാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, പലർക്കും ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ, ചിലരെ കുറച്ച് ദിവസത്തേക്ക് കാണാതാകുന്ന, നാട് വിട്ടുപോകുന്ന സംഭവങ്ങളൊക്കെ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ പ്രശ്നക്കാരായ ആളുകൾ, ഇപ്പോൾ നേരത്തെ ഒരു പമ്പ് ഇടിച്ചു തകർത്തു എന്നാണ് പറയുന്നത്, അത്തരത്തിൽ പ്രശ്നക്കാരായ ആളുകളുടെയൊക്കെ പട്ടിക കൃത്യമായി നമ്മുടെ പോലീസിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ഈ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട ആളുകളെ വിട്ടതുപോലെ മാതൃകാപരമായ നടപടികൾ, അത്തരം നടപടികൾക്കുള്ള സാധ്യത ഇനിയും ഉണ്ടോ? അങ്ങനെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ താങ്കളുടെ അറിവിൽ? ഉണ്ടല്ലോ, നമുക്ക് ധാരാളം സംഭവങ്ങൾ പോലീസിൽ ഇതുപോലെ. കാരണം ഒരു മാങ്ങാക്കള്ളനെ നമ്മൾ കണ്ടല്ലോ മുണ്ടക്കയത്ത്. അയാൾ ബൈക്കിൽ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അടച്ചു കിടന്ന ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോയി. അവിടെ CCTV ദൃശ്യം ഉണ്ടായിരുന്നു. ഇയാൾ അവിടുന്ന് മാങ്ങ എടുത്ത് അയാളുടെ വെഹിക്കിളിൻ്റെ സൈഡിലെ ബോക്സിനകത്ത് നിറച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം. എന്തായാലും ആ പോലീസുകാരനെതിരായിട്ട് നടപടി ഉണ്ടായി. റിമൂവ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഏതായാലും അത് അയാളെ സസ്പെൻഡ് ചെയ്തു, അന്ന് തന്നെ നടപടി ഉണ്ടായി. അതുപോലെ എറണാകുളത്ത് ഒരു പരിചയക്കാരൻ്റെ വീട്ടിലെങ്ങാണ്ട് ചെന്നിട്ട് ഒരു പോലീസുകാരന് അയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മാല എടുത്തു. അതൊരു ഇഷ്യൂ ആയി. അത് പിന്നെ തിരിച്ചു കൊടുക്കുക, അതും വെളിയിലോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ആയ ആൾക്കാർ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് സംശയമില്ല. കാരണം അത് പണ്ട് നേരത്തെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ക്രിമിനൽ കേസിനകത്തൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ കേസ് വെറുതെ വിട്ടാലും ശരി, എടുക്കില്ല, പോലീസ് വെരിഫിക്കേഷനിൽ തള്ളും. ഇപ്പോൾ അതില്ല. അറ്റംപ്റ്റ് മർഡർ കേസൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് റിക്രൂട്ട് ചെയ്യും. പണ്ട് അതുണ്ടായിരുന്നില്ല. നമുക്ക് ആ പഴയ കാലത്തോട്ട് തന്നെ പോകേണ്ടി വരും. കാരണം ക്ലീനായിട്ട് ഇമേജുള്ള ആൾക്കാരെ മാത്രമേ ഇതിനകത്ത് എടുക്കാൻ പാടുള്ളൂ. കാരണം ഡ്രഗ്സ് അടിച്ച് ബൂസായി അല്ലെങ്കിൽ അടിച്ച് നടക്കുന്നവർ, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ
നമുക്കറിയാം MA MSCയും അല്ലെ BTech MTech ഒക്കെ ഉള്ളവർ ധാരാളം പേര് ഇപ്പം സിവിൽ പോലീസ് ഓഫീസറായിട്ട് റിക്രൂട്ട് ചെയ്ത് വരികയാണ്. പലരും ഡ്രഗ്സ് അടിക്കുന്നവരാണ്. അത് ആരാണ് പരിശോധിക്കുന്നത്? അല്ലെങ്കിൽ മദ്യപാനിയ ഒരാളായിരിക്കും, അത് ആരാ പരിശോധിക്കുന്നത്? അങ്ങനെ ഉള്ളവരെയൊന്നും നമുക്ക് പോലീസിലെടുക്കാൻ കഴിയില്ല. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ആ ഭാഗത്തേക്കുള്ള അവരുടെ മെൻ്റൽ EQ IQ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് IQ ലെവൽ മാത്രമല്ല EQ കൂടെ വേണ്ടി വരും. അത് തന്നെയല്ല, ഞാൻ പോലീസ് ട്രെയിനിങ് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് അവിടുത്തെ ലോ ഇൻസ്ട്രക്ടർ ആയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വരുന്ന ആൾക്കാർക്ക് പലർക്കും അവരെ ചെറുപ്പത്തിലെ കാലൊടിഞ്ഞ് ആ കാലൊടിഞ്ഞ ശേഷം അവർ അവിടെ സ്റ്റീലൊക്കെ ഇട്ടിട്ട് ആ കാര്യം നമ്മുടെ ബോഡി നമ്മുടെ എക്സസൈസൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരു ഈ കാല് കൈയൊക്കെ ഒടിഞ്ഞതാണോ, അതൊന്നും പോലീസിൽ അങ്ങനെയുള്ളവർക്ക് അവസരമില്ല എന്നുള്ളതാണ്. അത് എക്സ്റേ എടുക്കുന്ന പരിപാടി ഇല്ല പോലീസിൽ. അത് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു എക്സ്റേയും കൂടെ എടുത്തേരെ. എക്സ്റേ എടുക്കുന്നത് മാത്രമല്ല, IQ കൂടെ ഒന്ന് നോക്കണം, മെൻ്റൽ ബാലൻസിങ് കൂടെ നോക്കേണ്ടി വരും. ഇപ്പം കണ്ണിന് എന്തെങ്കിലും കളർ ബ്ലൈൻഡ്നെസ്സോ അല്ലെങ്കിൽ 7 കളർ കാണാത്തവരൊന്നും പോലീസിലെടുക്കില്ല. 5 കളർ കാണുന്നവരുണ്ട്, അതിൽ 7 കളർ പോലും എത്താത്തവരെ പോലീസിലെടുക്കില്ല. അത് ഐയുടെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ എക്സ്റേ കൂടെ എടുക്കണമെന്നാണ് ഞാൻ പറയണേ സ്ക്രീനിങ്ങിൽ. കാരണം കാലും കൈയും ഒടിഞ്ഞിരിക്കുന്നവരൊക്കെ പോലീസിൽ എടുക്കാൻ പറ്റില്ല. കാരണം കള്ളന്മാരും ആൾക്കാരും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് പോലീസിലുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും അൺഫിറ്റാണ് പോലീസിൽ. അല്ലാത്തവരെ അങ്ങനെ എടുക്കണമെന്നുള്ളവർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാം. ഹാൻഡിക്യാപ്ഡായിട്ടുള്ളവരെ, ഭിന്നശേഷിക്കാരെ ധാരാളം പേരെ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ പോലീസിൽ ഇതുപോലെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ കോൺഫിഡൻഷ്യലൊക്കെ അത് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരെ പിരിച്ചുവിടാനേ പറ്റുള്ളൂ. ക്ലീൻ ഇമേജ് ഉള്ളവർ തന്നെ പോലീസിൽ മതി. അല്ലാതെ അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടി പോലീസിലാരും വരരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് ജോലി കിട്ടാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുമാത്രം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് പോലീസ് ഇനി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പം അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കണം. മർഡർ കേസിനകത്ത് ഒരിക്കലും പോയിട്ട് അക്യൂറ്റ് ചെയ്താലും ശരി, അയാളെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് തന്നെ പെടുത്തി വേണം പോലീസ്. ശരി, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ തിരഞ്ഞെടുപ്പിലും വലിയ സൂക്ഷ്മത വേണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കണ്ണൂരിലുണ്ടായത്. ഒരു കൊലപാതക ശ്രമം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. അന്ന് ശ്രീ ജോർജ് ജോസഫ് ഇത്രയും കാര്യങ്ങൾ വ്യക്താഭിപ്രായം പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്, ഒപ്പം അനിൽ പമ്പ് ജീവനക്കാരൻ അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന്